അങ്ങ് ദൂരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെ. കൊടും കാടും തല ഉയർത്തി നിൽക്കുന്ന ഗോപാൽ സ്വാമി മലകൾക്കും താഴെ അതിരുകളില്ലാതെ പരന്നു കിടക്കുന്ന ഒരു മനോഹര ഗ്രാമമുണ്ട്. വെറും ഗ്രാമമല്ല കേട്ടോ, യഥാർത്ഥ സ്വർഗം. ഇതൊക്കെ സഹോദരന്മാരായ രംഗനാഥന്റെയും നാഗരാജന്റെയും ആയിരുന്നു. ഇതൊക്കെ അവർക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നല്ലേ? അതാണ് കാര്യം. മനുഷ്യരൂപം പൂണ്ട ഭൂതങ്ങൾ ഇവർക്ക് വേണ്ടി രാവന്തിയോളം വിശ്രമമില്ലാതെ ജോലി ചെയ്ത് സൃഷ്ടിച്ച ഈ സ്വർഗത്തിൽ അങ്ങനെ അല്ലലില്ലാതെ കഴിയുമ്പോഴാണ് രംഗനാഥന് ശനിയുടെ അപഹാരം ഉണ്ടാകുന്നത്. ശനിദശ ബാധിച്ചാൽ സാക്ഷാൽ മഹാദേവന് പോലും നരകം ഫലം. പിന്നെയാണോ നമ്മുടെ രംഗനാഥൻ? ഇതോടെ രംഗനാഥൻ ജ്യേഷ്ഠനുമായി വേർപിരിഞ്ഞു. തന്റെ കൃഷിയിടങ്ങൾ പുറംനാട്ടുകാരനായ ഇഞ്ചിരമണയ്ക്ക് നൽകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്നാട്ടിലെ വലിയ മാരീചന്മാരി എന്ന കള്ളനെ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നത്. ജോലി സമയത്ത് പോലും മദ്യപിച്ച് നടക്കുന്ന മല്ലിക്കെട്ടെന്നു പേരുള്ള ദുഷ്ടനായ SI ആ കള്ളനെ ക്രൂരമായി ഉപദ്രവിച്ചു. കൊണ്ടുപോകുന്ന വഴിയിൽ ഒടിവിദ്യ കാണിക്കാനും രൂപം മാറാനും കഴിവുള്ള മാരി രക്ഷപ്പെടുന്നു. അതോടെ സസ്പെൻഷനാകുന്ന പോലീസുകാരൻ രംഗനാഥനുമായി ചങ്ങാത്തത്തിലാകുന്നു. രംഗനാഥന്റെ കൃഷിയിടത്തിലെത്തുന്ന ലാലുവിനെ മാരിക്ക് പകരം ഹാജരാക്കി ജോലിയിൽ തിരിച്ചു കയറാൻ മല്ലിക്കെട്ട് തീരുമാനിക്കുന്നു. അവര് പോലീസ് അവര് ചക്കടപ്പെടാ അല്ലയോ കൂടെ.
ആദ്യം ഇത് കഴിക്കാം ബാക്കി രണ്ട് സ്റ്റോവ് ചായ കടിയും താണ്ടത് കടിയും അവിടെ ബാച്ചിലാണ് ജോലി ശമ്പളം എല്ലാം തേങ്ങയാണ് പക്ഷെ മാസാവസാനത്തേക്കും അതിലൊരു തേങ്ങ ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വരാൻ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കും. എടാ ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ കരുതിയത് ഇനി അങ്ങോട്ട് തിരിച്ചു പോവില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് 6 വർഷം ഞാൻ അവിടെ തള്ളിയിരിക്കുന്നത്. ഇനിയും പോവാതെ വയ്യ. എന്നാ നീ ഇവിടെ എന്തെങ്കിലും നോക്കടാ. ഇവിടെ ഇപ്പം അത്യാവശ്യം പണിയൊക്കെ ഉണ്ടല്ലേ, എല്ലാം ഓക്കെ ആക്കാൻ. എടാ ഇവിടെ എത്ര കഷ്ടപ്പെട്ടാലും അത്രക്കൊന്നും കിട്ടില്ല. പിന്നെ ഇപ്പം കിട്ടിയതാണെങ്കിൽ അവിടെ തരക്കേടില്ലാത്തൊരു ജോലിയാണ്. എനിക്ക് തോന്നുന്നത് പോകുന്ന തന്നെ. എന്നപ്പോൾ നീ വിചാരിക്കുന്ന പോലെ നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക്. നിന്നെ സഹായിക്കൽ ഇപ്പം എൻ്റെ പൈസ താവളി. നീ ഇതുകൊണ്ട് പണയം വെക്കോ വിൽക്കോ എടാ ഇതൊക്കെ കാണിക്കും. അത് ബുദ്ധിമുട്ടാവില്ല എനിക്ക്. കൊണ്ടോടാ. ഇല്ല തിരക്കൊന്നുമില്ലല്ലോ. എനിക്ക് 2 മണിക്കൂർ പണിയില്ല. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ പഴയ ബസ് സ്റ്റാൻഡാവും. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. നടക്കാവുന്ന ദൂരമല്ലല്ലോ ഞാൻ നടന്നു. എന്നാ നീ അങ്ങോട്ട് വാ, ഞാൻ ആ പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഹലോ എവിടെയാണല്ലേ? പേരെങ്ങനെയാ? ലാലു. നാട്ടിലേക്കാണോ? ഞാനും ഇവിടെ എൻ്റെ കൃഷി പാട്ടത്തിന് എടുത്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരെ കൊണ്ടുവരണം. അപ്പം അതിന് വേണ്ടി പോവാ. ഇവിടെ ബസ് വരെ 2 മണിക്കൂറാവുന്നേ. 2 മണിക്കൂർ ഇപ്പോൾ 2 മണിക്കൂർ ഇതാറുമ്പത്തിന് പോകില്ലേ? നമുക്ക് കുറച്ച് പ്രശ്നങ്ങളില്ല. അത് കഴിഞ്ഞ് കുറച്ച് കട്ടിങ് വരാം. നമുക്ക് മലയാളി ഹോട്ടലുണ്ട്,
അതാകുമ്പോൾ രണ്ടും എല്ലാം നമുക്ക് കണ്ടത്. ഞാൻ കുറച്ച് മുമ്പേ കഴിച്ചതാ. ബസ് വരാൻ 2 മണിക്കൂർ, അവിടെ എത്താൻ 3 മണിക്കൂർ, ടോട്ടൽ 5 മണിക്കൂർ. വിശപ്പ് സഹിക്കുക. എന്നാലും വിശക്കണ്ടേ? നല്ല കണ്ണൂരുകാരൻ്റെ ഹോട്ടലുണ്ട് ഇവിടെ. ഇത്തിരി ചോറ്, മീൻ മുളകിട്ടത്, അത് വലിയ അയല, പറയുമ്പോൾ തന്നെ എൻ്റെ ടേസ്റ്റാ. അതൊന്നും വേണ്ടെങ്കിൽ കപ്പയും മീൻകറിയുണ്ട്, നല്ല മുളകിട്ട കപ്പയും മീൻകറിയും, അത് നമുക്ക് കഴിക്കും. ചെറുതായിട്ട് വിശക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഉണ്ടാവും, ഉണ്ടാവുമല്ലോ. ഈ വീടി മാത്രം ഞാൻ പണിക്കാരെ കാണിക്കുന്നു, കണ്ട മിസ്റ്റേക്കില്ല. ഇതിൻ്റെ രസം പിടിച്ചു കഴിഞ്ഞാലേ എന്നെ വീടില്ലാന്ന്. അതൊക്കെയും കേട്ടപ്പോൾ എനിക്കൊന്ന് പഠിക്കണം തോന്നുന്നുണ്ടോ? ആഞ്ഞു പഠിക്കും, വലി കുറച്ച് ഇരുത്തി പഠിക്കും, പോകാൻ എല്ലായിടത്തും എത്തട്ടെ. ഇപ്പം എങ്ങനെയുണ്ട്? നല്ല സുഖം തോന്നില്ലേ? എന്റെ മാല് നിന്റെ ബോധം വേറെ ആരോ കൊണ്ടുപോയി. അപ്പൊ കത്തിയോ നിനക്ക്? ഡാ കത്തിയോ നിനക്ക്? എന്റെ മരുമോനെ എടാ മരുമോനെ, ഞാനാ തിമ്പപ്പയ്ക്ക് ഒരു മരുന്ന് വാങ്ങാൻ ആശുപത്രിയിൽ ചെന്നപ്പോഴാ ഇതവരെ കണ്ടത്. കാര്യമൊക്കെ അറിഞ്ഞത് എല്ലാ നിമിത്തം അത്ര തന്നെ. നീയാണെങ്കിൽ ഗൾഫിലും, ഞാനാണ് ഇങ്ങോട്ടും. മരുമോനെ, നീ പോരുന്നോടാ മാമന്റെ കൂടെ? മാലയും തേങ്ങയൊക്കെ പോട്ടടാ, അതൊക്കെ നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാം. അതിലും പോലും സംഭവിച്ചെല്ലാം നല്ലത്. എൻ്റെ 4 പവന് മാല് നീ കൃഷി ചെയ്ത് ഉണ്ടാക്കി തന്നിട്ടേ ഇല്ല. 4 2 ആ പുറം തിരിച്ചെത്തിയ ഒരേര വിട്ടു ജനപ്പാ വീട്ടിൽ കൂടപ്പാ. കള്ള 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 കാലമാണമാന്. എന്താണ് ഒച്ചപ്പാട്? ആ
ಇವ್ ಬೈಕ್ ಎತ್ಕೊಂಡು ಏನ್ ಮಾಡವನ ബൈക്ക് സിക്താ ಬೈಕ್ ಸಿಕ್ತು. ഇവനെ ഞാൻ ശരിയായിക്കോളാം. ಬೆಳಗ್ಗೆ ದಿಂಡಿದ್ದಿಲ್ಲ, ಬೇಗ ಬೇಗ ನೋಡಿ ಮಗ. ഇവിടെ നിന്നാണ് ഞാൻ എല്ലാം തുടങ്ങിയത്. എന്റെ കൂടെ ഉണ്ടാവില്ല എപ്പോഴും ഉണ്ടാവും. എടാ ലാലു, ഇതൊരു നല്ല മനുഷ്യനടാ, കണ്ടെത്താൻ വൈകിപ്പോയി. സാരമില്ല, സമയമുണ്ടല്ലോ. മതി മതി, നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വിശ്രമിക്കേ. പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്കല്ല, എന്തിനും ഏതിനും ഇവിടെ ആൾക്കാരുണ്ട്. മാമൻ ഭയങ്കര സെറ്റപ്പാണല്ലോ. മാമൻ വീണ്ടും വീണ്ടും മാമൻ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മാമനെ മനസ്സിലാക്കാൻ ഒരുപാട് നമ്മൾ വൈകി. നീ വന്നേ. ആ ഗോപു, ഇത് രംഗൻ, ഇത് ബൊമ്മണ്ണ, ഭവാനി. ഭവാനി, ഭവാനി. പിന്നെ ഇന്ന് ചുമ്മാങ്ങ രസം എടുത്തോ. നാളെ ഇതാ ഇവരുടെ കൂടെ കൂടി ഇതൊക്കെ ഒന്ന് നോക്കി കണ്ടു അടച്ചേക്കണം. ഉഷാറാക്കണം. അല്ലി വാ. ഇതോ ಇಲ್ಲಿ ಮಲಗಬೇಡ, ಹುಲಿ ಬರುತ್ತೆ, ಸೆಟ್ಗೋಗು. ಕನ್ನಡ ಅರಿಲ್ಲ, ಇವಡೆ ಕೆಡ್ಕಂಡ ಹುಲಿ ಬರು, ಶೆಟ್ಗೆ ಪೋ. ಡಾಯ್ ಮಗನೇ, ಹಸುದಕ್ಕೆ ಸ್ನಾನ ಮಾಡೋ ಟೈಮಲ್ಲ, 2 ಗಂಟೆ ನಿದ್ರೆ ಮಾಡೋ ಟೈಮು. ഡേയ് മക, നീയും നിദ്ര മാടു. ഇതെന്തോന്ന് നാട്, ഇവന്മാര് പശുവിനെ കുളിപ്പിക്കുന്ന നട്ടപ്പ അവർക്ക് ഉറങ്ങാനും സംഭവിക്കില്ല.
ഇരുളലകൾ മൂടിയ പാതയിൽ ഇടറുന്ന പാദങ്ങൾ താങ്ങുക നിഴലായി മായുന്ന നേരമും ഉള്ളേ കനലൊന്നു കാക്കണം തളരില്ല ഞാനീ പോ ಏನದ ಬಂದ್ಬಿಡ್ತೀನಿ ನನಗೆ ಬಂದ್ಬಿಡ್ತಾರೆ ಎನ್ನ ഞാനീ യാത്രയിൽ ഇരുളലകൾ മൂടിയ പാതയിൽ ഇടറുന്ന പാദങ്ങൾ താങ്ങുവാൻ നിഴലായി മായുന്ന നേരമും ഉള്ളേ കനലൊന്നു കാക്കണം പതിതനായി വീണൊരീ മണ്ണിൽ നിന്നും പതിയെ ഞാൻ ಬಲದಿದ ಸೌದೆ ತೊರರಿರ ತೋರೆ ನೀ ಯಾರು ಇದು ನನ್ನ ಸ್ಟೇಷನ್ ಪ್ರದೇಶ. ദേഷ്യം വിളിച്ച ആരാ പോടാ കേറിപ്പോ ആനോ കാണിക്കണോ ಅವರು ಪೊಲೀಸು ಅವರ ಜೊತೆ ಜಗಳ ಬೇಡ ಅಲ್ಲಿ ಹೋಗೋಣ ಇದು ಅಲ್ಲಿ ಹೋಗೋಣ മരപൂർവേ നീ ഇവിടെ എത്തിയോ? ജീവിക്കാൻ അനുവദിക്കില്ലല്ലോ എന്നെ. നീയാടാ മരഭൂതം കള്ളച്ചറ്റെ എന്റെ മാല അടിച്ചു മാറ്റി ഇവിടെ വന്ന് സൂയിക്കാതെ എത്തിയോ? എവിടെടോ എന്റെ മോനോ? ആ എവിടെ എന്റെ മാല? എവിടെടോ എന്റെ മോനോ? നിന്റെ മാല പിടുത്തല്ലോ. നിന്റെ മാല എടുക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ആ തലേന്റെ കഴുത്തിലുള്ള നിന്റെ മാലയാ. നിങ്ങളെല്ലാം മന നോക്കി. ആ ഏ ഭവാനി ഉമ്മ വാ. പൊന്നു എടുക്കല്ലേ എടുക്കല്ലേ എന്നാ പോയോ എന്റെ മാല എന്റെ മാല മോനമോനമോരാത്തുകൊണ്ട്
കർണാടകത്തിൽ പോയ എന്തായി? എന്റെ കുറിപ്പെട്ട അതല്ലേ രസം. എന്റെ പുറകില് കന്നടക്കാര്, മുമ്പില് കന്നടക്കാര്, എന്റെ ചുറ്റും കന്നടക്കാര്. 5 മിനിറ്റ് കൊണ്ട് എവിടെന്നാ കന്നടക്കാര് വന്ന് ഒരു പിടി മണല് വായിട്ടാ പോലും നിലത്ത് വീഴില്ല. ജനസമുദ്രം. എന്നിട്ട് എന്നാ ഞാൻ പെട്ടോ ഞാൻ പെട്ടു. എടുത്ത് അലറി. അത് കന്നഡയിൽ. കന്നഡ കേട്ട് ജനങ്ങൾ കുറച്ചു നേരം മിണ്ടായിരുന്നു. അവർക്ക് തീരുമാനം എടുക്കാൻ കുറച്ച് സമയം കൊടുത്തു. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. എൻ്റെ കണക്കൂട്ടിൽ തെറ്റിയില്ല. അവർ പരസ്പരം നോക്കി സംസാരിച്ചു, തീരുമാനിച്ചു. എന്താ ഇവനെ വിട്ടുകളയരുതെന്ന്. ആരെ? ശിവനെ. എന്നെ തന്നെ വിട്ടുകളയരുതെന്ന്. പിന്നെ നിലത്ത് വെച്ചില്ല. പിന്നെ സ്നേഹിച്ചോ. ഇവിടെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ കന്നഡയിൽ മാത്രമല്ല, എല്ലാ ഭാഷയിലും അതാ പാണ്ഡ്യത്തില്ല എനിക്ക്. കന്നഡയിൽ ഒരു പ്രയോഗം തന്നെ ഉണ്ട്. ജീവിക്കുകയാണെങ്കിൽ ഇതേ എന്നെ പോലെ ജീവിക്കണം. നീ നന്നായി ഇരുത്തി പഠിക്ക്. പുക എല്ലായിടത്തും എത്തട്ടെ, എന്നാലല്ല ആ ഫീല് കിട്ടുള്ളൂ. ഞാനെന്നെ കൂട്ട അതാരെ പോരാ. ജീവിക്കുകയാണെങ്കിൽ എന്നെ പോലെ കണ്ണൂര് വേണമെങ്കിൽ രക്ഷപ്പെട്ടോടി. പരിവോളൂ 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 മോനെ ഹലോ എടാ, അവൻ എവിടെയായിരുന്നു ഇത്രയും കാലം? ഇതിന്റെ മാമ എന്താ മോനെ, നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാടാ. മാറട നിനക്ക് നാട്ടിൽ പോണോ? അതല്ല മാമ. ആ എന്താ പോകണ്ടേ? ആ വേണമെങ്കിൽ പോകണ്ട. ഞാൻ ഒരു കാര്യം ഒരു തവണയെ പറയുള്ളൂ, പിന്നെ പറയും. മാമ ഇയാളെ പൂസാക്കി കാര്യം പറഞ്ഞെങ്ങനെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ സമ്മതിക്കുല തണ്ടികൾ. നിനക്ക് കാണിച്ചിടാ അലവരാതി. കടക്കാരന്റെ കണ്ണും വെട്ടിച്ച് നടന്നപ്പോഴേ ഒരു പട്ടി ഉണ്ടായിരുന്നില്ല. പട്ടീന്റെ വിലയായിരുന്നടാ കുടുംബത്തില്. മാമനാണ് പോലും മാമൻ. ഇത് കണ്ടോടാ, എന്ത് കണ്ടോ? എന്റെ ഷെയർ ചോദിക്കാനേ തറവാട്ടിൽ വന്നപ്പോ എന്റെ അമ്മ എന്റെ പെങ്ങള് നാട്ടിയപ്പോ തുപ്പനത് എന്റെ മൂക്കിന്റെ തുമ്പത്ത് കാണാം. ടാ ഇതെണ്ണുണ്ട് കുടുംബ ബന്ധം, അതും എന്റെ അടുത്ത് ചെലവാകില്ലടാ. പാടാ വരുമോനെ, പാടാ പാടാ.
പതിയെ ഞാൻ വീണ്ടും ഉയർന്നിടും ഒടിഞ്ഞ ചിറകുമായി വിണ്ണിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ പറന്നിടും വിധിയെ ചിരിച്ചു ഞാൻ തോൽപ്പിച്ചിടും വിധിയെ ചിരിച്ചു ഞാൻ തോൽപ്പിച്ചിടും നിർത്ത് വണ്ടി നിർത്ത്. അയ്യോ നിർത്ത് വണ്ടി നിർത്ത്. ಜೀಪ್ ದಾರಿ ಅಂತ ಅರಗಡೆ ಬನ್ನಿ. ಈ ಜಮೀನಾಳು ಯಾಗೇನು ಶೋಕು? ನಾನು ರಂಗಸ್ನೇಹಿತ, ಆವಿನಿಕ ಫೋನ್ ಮಾಡು. ನಾನು ರಂಗಣ್ಣನ ಕುಟುಂಬದ ಪ್ರಶ್ನೆ ರಾಜಿಯಾಗಿದೆ. ರಂಗಣ್ಣನು ಫೋನ್ ಮಾಡಬೇಡ. ರಂಗಂ ಬಂದು ನಿನ್ನನ್ನೇ ತಯಾರಿ ಮಾಡಿದ್ರೆ അതിനെ വെങ്കന്നെ വിടില്ലല്ലോ. ഇയാളി നോക്കി. മോനെ വരുമോനെ മാമൻ പെട്ടി പോടാ മരുമോ നിന്റെ അച്ഛൻ പിന്നാലെ വരണ്ട, ഞാൻ വരൂല. പിടിക്കടാ നീ വരണ്ട. പോടാ മരുമോനെ. നിനക്ക് വേണ്ട ഒരുത്തരം ഞാൻ തരും. അവനെ കൊണ്ടങ്ങ് പോയേക്കണം. പിന്നെ ഈ പരിസരത്തൊന്നും കാണരുത്. കണ്ടടാ എങ്ങണ്ടാ വാടാ. കൊണ്ടുപോയിക്കോ.